നമസ്കാരം. ഡൽഹി നിവാസികൾ അവരുടെ ആ പതിവങ്ങ് തെറ്റിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സാധാരണ അവർ ലോക്സഭയിലേക്ക് ആരെയാണോ അയക്കുന്നത് അവരെ തന്നെ നിയമസഭയിലേക്കും അയക്കും. അതിൽ ഒരു വിടവ് സംഭവിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ. എന്തായാലും കാൽ നൂറ്റാണ്ടിനപ്പുറം ഭരണചക്രം തിരിക്കാൻ ഡബിൾ എഞ്ചിൻ സർക്കാരിന് BJPയുമായി ഡൽഹിക്കാർ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. 2013 മുതൽ രാജ്യതലസ്ഥാനത്ത് രാഷ്ട്രീയ പരീക്ഷണത്തിലായിരുന്ന ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമിനി. AAP എന്ന രാഷ്ട്രീയ ഭീഷണിയെ തളച്ചതിന്റെ ആത്മവിശ്വാസം കോൺഗ്രസിനുമുണ്ടാകും. നോക്കൂ, വാരണാസിയിൽ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ എതിരാളി കേന്ദ്രം BJP പിടിച്ചെടുത്തതിന് പിന്നാലെ നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി. കേജ്രിവാൾ നിസാരനല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും കുറിച്ചിട്ടു. കടുത്ത രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറി കേജ്രിവാൾ ജനകീയനായി. ഡൽഹിയിൽ BJPയുടെ മൂക്കിന് താഴെ വളർന്നു പന്തലിച്ചു. 2019 വൻ ഭൂരിപക്ഷത്തിൽ മോദി സർക്കാർ അധികാര തുടർച്ച നേടി. തൊട്ടടുത്ത വർഷം നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി സർക്കാർ പുറത്താകുമെന്നും 21 വർഷത്തിനു ശേഷം ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്നും BJP കരുതി. എന്നാൽ ആ കണക്കുകൂട്ടൽ തെറ്റിച്ച് കേജ്രിവാൾ തിരിച്ചു വന്നു. 2022 പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി ശിരോമണി അകാലിദളിനെയും BJPയെയും അരികിലാക്കി ആം ആദ്മിയുടെ ചരിത്ര വിജയം. ആ വർഷം ഡിസംബറിൽ നടന്ന ഡൽഹി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ BJPയുടെ 15 വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ച ആം ആദ്മിയുടെ കുതിപ്പുണ്ടായി. ഗോവ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പുറമെ മോദിയുടെ ഗുജറാത്തിലും വേരുപിടിച്ചു. ദേശീയ പാർട്ടിയായി. മാത്രമല്ല, ഹനുമാൻ സ്തോത്രങ്ങൾ പാടി സ്വയം ഹിന്ദുവായി വിശേഷിപ്പിക്കുന്ന കേജ്രിവാൾ ഹിന്ദുത്വ അജണ്ടയുള്ള BJPക്ക് തലവേദനയാവുകയും ചെയ്തു. പതിവ് രാഷ്ട്രീയ ആയുധങ്ങളുമായി മല്ലിടാനാകില്ലെന്ന് മനസ്സിലാക്കി BJPയും കേന്ദ്ര സർക്കാരും വേറെ വഴി ആലോചിച്ചു. 2006 അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാക്സസെ അവാർഡ് ലഭിച്ച കേജ്രിവാളിനെയും ലോക്പാൽ സമരത്തിലൂടെ അഴിമതി വിരുദ്ധ സന്ദേശമുയർത്തി രൂപീകരിച്ച പാർട്ടിയെയും അതേ നാണയത്തിൽ വീഴ്ത്താൻ അവർ കരുനീക്കി. കേജ്രിവാളിന്റെ കടക്കിൽ തന്നെ കത്തിവയ്ക്കാൻ പറ്റിയ ആയുധം കിട്ടി: മദ്യനയ അഴിമതി. മാത്രമല്ല, 10 വർഷത്തിനിടയിലെ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരാണ് ഡൽഹിയുടെ വിധി നിർണയിച്ചത്. ആകെ 60.54% പോളിംഗ്. അതിൽ 60.9% സ്ത്രീ വോട്ടർമാർ. കാൽ നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. മുൻപ് കേജ്രിവാളിനൊപ്പം ഉറച്ചുനിന്ന സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഭരണം കിട്ടിയത് BJPക്ക്. എന്നാൽ കണക്കുകൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ പുറത്തു പോകുന്ന ആം ആദ്മി പാർട്ടിക്കും BJPക്കും തമ്മിൽ 2% വോട്ട് വ്യത്യാസം വരുന്നുള്ളൂവെന്ന് കാണാനുമാകും. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും പാർട്ടിയും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും നൽകുന്നതിലും എതിരഭിപ്രായമില്ലെങ്കിലും ഡൽഹിക്ക് അത് മാത്രം പോരാ എന്ന് ഫലം വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പോലെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമ്പോൾ പുരോഗതിക്ക് വേഗം കൂടുമെന്ന് വോട്ടർമാർ കണക്കുകൂട്ടി. മാത്രമല്ല, AAPയേക്കാൾ മിന്നുന്ന ആനുകൂല്യങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകൾക്കായി BJP വാഗ്ദാനം ചെയ്തിരുന്നു. UPയിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ കുടിയേറിയ പൂർവാഞ്ചൽ വിഭാഗക്കാരാണ് ഡൽഹിയിലെ വോട്ടർമാരിൽ 30%. പല മണ്ഡലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ വോട്ടർമാർ മുൻപ് AAPക്കൊപ്പം ആയിരുന്നെങ്കിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് BJPയിലേക്ക് വീശിയിട്ടുണ്ടെന്ന് ഫലത്തിൽ പ്രകടം. എന്നാൽ ബീഹാറിൽ നിന്നുള്ള JDUവും LJPയും പച്ചതൊട്ടില്ല. പൂർവാഞ്ചലുകാരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യമുന നദി വൃത്തിയാക്കാനായില്ലെന്നത് കേജ്രിവാളിനും പാർട്ടിക്കും കറുത്ത മറുകായി. യമുനയിൽ ഹരിയാനയിലെ BJP സർക്കാർ വിഷം കലർത്തുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം ഉയർത്തി കേജ്രിവാൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഏശിയില്ല. ഒരു വശത്ത് വഴിപിരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യ സഖ്യവും മറുവശത്ത് ശക്തമായ BJP സഖ്യവും എന്ന ചിത്രമാണ് അടിസ്ഥാനപരമായി ഡൽഹിയിൽ വോട്ടർമാർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒന്നിച്ച് വോട്ട് ചോദിച്ചെത്തിയവർ മാസങ്ങൾക്ക് ശേഷം പരസ്പരം പോരടിച്ചു. അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും പരസ്പരം ചെളിവാരി എറിയുമ്പോൾ അപ്പുറത്ത് ബ്രാൻഡ് മോദി ശക്തമായി നിന്നു. ഇതിനിടെ സീറ്റ് കിട്ടാത്ത 8 AAP MLAമാർ BJPയിലേക്ക് ചാടിയതോടെ പൊതുമധ്യത്തിൽ ചർച്ചകളുമായി. നന്ദി.